ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ UK മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെവിടെ എന്ത് കൈൻഡ് ഓഫ് സപ്പോർട്ട് നമുക്ക് കിട്ടും, എവിടെ പോയാൽ നമുക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ഇന്ന് റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പുതിയതായിട്ട് വന്നൊരു കൺട്രിയാണിത്. ഈ ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. നമുക്കറിയില്ല എവിടെ പോയി കഴിഞ്ഞാൽ എന്ത് കൈൻഡ് ഓഫ് സപ്പോർട്ട് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ധാരണയില്ല. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും. അതേപോലെ നാട്ടിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് സർക്കിളുണ്ട്. നമുക്ക് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിലും പുറത്ത് പോകാം, ചിൽ ഔട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ കടകൾ, ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ മിക്കതും ചീപ്പുമാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് ടൈം സോൺ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവർ ഫ്രീ ആവുന്ന ടൈമിൽ നമ്മൾ ഫ്രീ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കാനായിട്ടുള്ളൊരു പ്രശ്നം മാത്രമല്ല, ഫുള്ളായിട്ട് ഔട്ടിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡ്യൂട്ടി സ്കെഡ്യൂൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വരണമെന്നില്ല. വെതർ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ലൈക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 6 മാസത്തേക്ക് സൺലൈറ്റ് അത്ര കിട്ടുന്നില്ല, പെട്ടെന്ന് ഇരുട്ടാകും, കുറേ സമയം നമ്മൾ ഇരുട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇത് ബാധിക്കണമെന്നില്ല. ചിലർക്ക് ഇതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ലൈക്ക് പുതിയതായിട്ട് വന്നു, ഇവിടെ വന്നിട്ട് പുതിയ സോഷ്യൽ സർക്കിൾ ബിൽഡ് ചെയ്യുന്നു, ഫ്രണ്ട് സർക്കിൾ ബിൽഡ് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. ചിലരെ സംബന്ധിച്ച് വിൻ്റർ ബാധിക്കുന്നില്ല, ലൈറ്റ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ചിലരെ സംബന്ധിച്ച് സീസണൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് തന്നെയുണ്ട്. ലൈക്ക് വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഡിപ്രഷൻ്റെ ചാൻസസ് വളരെ കൂടുതലാണ്. വൈ? ബിക്കോസ് സീസ് പറയുന്ന സൺലൈറ്റ് ഉണ്ടാകുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം വിറ്റമിൻ ഡി നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി അഥവാ വിറ്റമിൻ ഡി ലോവർ ആണെന്നുണ്ടെങ്കിൽ കൺസൾട്ട് വിത്ത് യുവർ GP. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. കാരണം ഇതൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ടാവാം. ഇനി ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്, എവിടെ പോകണം എന്നറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ ഹെൽപ്പ് കിട്ടുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മൊത്തത്തിലുള്ളൊരു ഹെൽത്ത് കെയർ, ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, നമുക്കറിയാം നമ്മളൊരു GP ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടായിരിക്കും നമ്മളിവിടെ ഉണ്ടാവുക. നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് GPനെ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് GPനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. റിസപ്ഷനിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റ് എടുത്ത് എന്നാണോ GP ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അവിടുന്ന് നമുക്ക് നേരിട്ട് കൺസൾട്ടേഷൻ എടുക്കാം. ഞാനിപ്പം പ്യുവറായിട്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയുന്ന ഡിപ്രഷൻ്റെ സിംറ്റംസ് ആണ്. എനിക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, എന്തിനാ ജീവിക്കുന്നത്, എനിക്കൊരു ഹോപ്പില്ല, എനിക്കൊരു വർത്ത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വിശപ്പിനെ അത് ബാധിക്കുന്നുണ്ട്, എൻ്റെ വെയിറ്റ് ലോസ്, ചിലപ്പോൾ എനിക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കാം, വെയിറ്റ് ലോസ് ആയിരിക്കാം, അടങ്ങിയ സിംറ്റംസ് നിങ്ങളെ ഡെയിലി ലൈഫിൽ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സിംറ്റംസ് ആണ്. ഇനി ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പേടി വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഒരു 100-ൽ 1-2% ആയിരിക്കും അങ്ങനെ ഒരു ചാൻസ് വരാനായിട്ടുള്ളത്. നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണോ പേടിക്കുന്നത് അതിനെ പറ്റിയിട്ട് ആലോചിച്ച് എല്ലാ ദിവസവും എൻ്റെ തലയിൽ പല സിനാരിയോസ് എൻ്റെ തലയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രഗ്ലിംഗ് ടു കോൺസെൻട്രേറ്റ്, മെമ്മറീനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് സീക്ക് ചെയ്യണം. എവിടെ ഹെൽപ്പ് സീക്ക് ചെയ്യും? നമുക്ക് നേരിട്ടൊരു GPനെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. റിസപ്ഷനിസ്റ്റ് ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് സിംറ്റംസ് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇതേപോലെ മെൻ്റൽ ഹെൽത്തിൻ്റെ ബുദ്ധിമുട്ടാണ്, എന്ത് ടൈപ്പ് ആൻസൈറ്റി ആണെങ്കിൽ ആൻസൈറ്റി, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അത് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അത്, ഇനി എന്താണോ അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് GP ആയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാം. GPക്ക് ചെയ്യാൻ പറ്റുന്നത് പല GP സെൻറ്ററിലും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ GP സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അത് മെൻ്റൽ ഹെൽത്ത് ട്രിയാജ് കോച്ചിൻ്റെ അടുത്തോട്ട് വിടും. അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോലെ. അപ്പം മെൻ്റൽ ഹെൽത്ത് ട്രിയാജ് കോച്ച് ഒരു അസസ്മെൻറ്റ് നടത്തും. അസസ്മെൻറ്റ് നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ജസ്റ്റ് ഇങ്ങനെ ചാറ്റ് ചെയ്യും, എന്താണ് ബുദ്ധിമുട്ട്, എത്ര നാളായി പ്രശ്നം തുടങ്ങിയിട്ട്, ഉറക്കത്തിനാണ് ബുദ്ധിമുട്ട് വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലൈഫ് ആസ്പെക്ട്സിലാണ് ബുദ്ധിമുട്ട് വരുന്നതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു ട്രിയാജ് കോച്ച് നിങ്ങളുടെ അടുത്ത് അസസ്മെൻറ്റ് നടത്തും. അസസ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടോട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടോളും ട്രിയാജ് കോച്ചസ്. അപ്പം GP സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് അവിടെ നിന്ന് കിട്ടും. GP സെൻറ്ററിൽ ചെന്നു ട്രിയാജ് കോച്ചിൻ്റെ അടുത്ത് ചെന്നു, ട്രിയാജ് കോച്ചിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Band 7 പോലത്തെ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറിലോട്ട് നിങ്ങൾ ട്രിയാജ് കോച്ച് തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തത് നിങ്ങൾക്ക് അവിടോട്ട് പോയി കൺസൾട്ടേഷൻസ്, ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കാം. സോ മെൻ്റൽ ഹെൽത്ത് ബേസിക്കലി 2 തരത്തിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്.
ഒന്ന് മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റും ഒന്ന് നോൺ മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റും. മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ മെഡിസിൻ തന്നിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഡോക്ടർക്ക് ഫീൽ ചെയ്യാണ് മോർ ദാൻ മെഡിക്കേഷൻ നിങ്ങൾക്ക് തെറപ്പി പോലത്തെ സർവീസസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറപ്പിസ്റ്റിൻ്റെ അടുത്തോട്ടായിരിക്കും വിടുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലത്തെ സർവീസസിലോട്ടായിരിക്കും വിടുക. അതല്ല, ഡോക്ടർക്ക് ഫീൽ ചെയ്യാണ്, GPസിന് ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് മെഡിസിനും ആവശ്യമാണ് തെറപ്പീസും ആവശ്യമാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ GP തരും, തെറപ്പീസിലോട്ട് നിങ്ങളെ സൈൻ പോസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് യൂഷ്വലി പോവുക. ഇനി തെറപ്പീസിന്റെ സൈൻ പോസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾ GP പോകുന്നിടം വരെ, GPയിൽ വിളിച്ചൊരു അപ്പോയിൻമെന്റ് എടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനുള്ളൊരു ഓപ്ഷനാണ് ടോക്കിംഗ് തെറപ്പീസ്. ടോക്കിംഗ് തെറപ്പീസ് പണ്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്ന IAPT, IAPT എന്നായിരുന്നു. അവരിപ്പോൾ പേര് മാറ്റി, സെയിം സർവീസ് തന്നെ പേര് മാറ്റിയിട്ട് ടോക്കിംഗ് തെറപ്പീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ടോക്കിംഗ് തെറപ്പീസുകാർ എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഇംഗ്ലണ്ടിലുടനീളം ടോക്കിംഗ് തെറപ്പീസുകാരുണ്ട്. ഷെഫീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലേസ്, റോദർഹാം വേറൊരു പ്ലേസ്, ഡോൺകാസ്റ്റർ വേറൊരു പ്ലേസ്, ഇതൊക്കെ പല പല സ്ഥലങ്ങളാണ്. ഓരോ ടോക്കിംഗ് തെറപ്പീസിലും ഓരോ തരത്തിലുള്ള സർവീസസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇപ്പം ഷെഫീൽഡിൽ കിട്ടുന്ന എല്ലാ സർവീസസും, ടോക്കിംഗ് തെറപ്പീസിൽ കൊടുക്കുന്ന സർവീസസ് എല്ലാം തന്നെ ഡോൺകാസ്റ്ററിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ റോദർഹാമിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കോമൺ ആയിട്ട് കുറെ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. കോമൺ ആയിട്ട് വരുന്ന മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഉള്ളത് കോമൺ ആയിരിക്കും. സ്പെസിഫിക് ആയിട്ട് വരുന്നത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ടോക്കിംഗ് തെറപ്പീസിന്റെ സർവീസും ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. പക്ഷെ കോമൺ ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ എല്ലാ ടോക്കിംഗ് തെറപ്പീസിലും അഡ്രസ് ചെയ്യപ്പെടുന്നതാണ്. ഡിപ്രഷന്റെ തെറപ്പി സർവീസസ് എല്ലാ ടോക്കിംഗ് തെറപ്പീസിലും അവൈലബിൾ ആണ്. ജനറൽ ആൻസൈറ്റി, സ്ട്രെസ്, പാനിക്, ഫോബിയാസ്. പാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. നമുക്കൊരു മിനി ഹാർട്ട് അറ്റാക്ക് വന്ന പോലെ ഫീൽ ചെയ്യും നമുക്കൊരു പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത്. അതായത് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന എടുക്കുക, അല്ലെങ്കിൽ നെഞ്ചിങ്ങനെ ഇടിച്ച് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു, നമുക്ക് ബ്രീത്ത് കിട്ടുന്നില്ലാത്ത പോലത്തെ ഒരു ഫീല്. ചില സമയത്ത് നമുക്കത് സ്ട്രെസ് കൂടി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആൻസൈറ്റി കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും. ചില സമയത്ത് ഇതൊന്നും ഉണ്ടാവണമെന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പാനിക് അറ്റാക്കിലോട്ടായിരിക്കും പോകുന്നത്. ഈ വക കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി, നമുക്ക് പുറത്ത് പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. നമ്മൾ ചില ആൾക്കാർ സോഷ്യൽ ആൻസൈറ്റി ഭയങ്കര കൂടുതലുള്ള ആൾക്കാർ പുറത്തേ ഇറങ്ങില്ല, നമുക്ക് ആ വീടിന് വെളിയിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. ഹെൽത്ത് ആൻസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, പക്ഷെ അവരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് ഏറ്റവും വലുതായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്കിന്നിൽ ഒരു റാഷ് വന്നു, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്കിന്നിൽ ഒരു റാഷ് വന്നു, അതിന് തന്നെ ഒരു ഓയിൽമെന്റ് ഇട്ടാൽ പോരെ, അല്ലെന്നുണ്ടെങ്കിൽ GPനെ കൺസൾട്ട് ചെയ്താൽ പോരെ എന്നുള്ളൊരു തരത്തിലായിരിക്കും വേറൊരാൾ കാണുന്നത്. പക്ഷെ അയാളുടെ ആൻസൈറ്റി കാരണം അയാൾക്ക് തോന്നുന്നത് അതൊരു സ്കിൻ ക്യാൻസർ ആയിട്ടായിരിക്കും. അപ്പം ഈ ആൻസൈറ്റി ഉള്ളത് കാരണം വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അവർക്ക് ആ ഒരു പേടിയും വറൈനസും എല്ലാം എക്സ്ട്രീം ലെവലിലോട്ടായിരിക്കും പോകുന്നത്. ചില ആൾക്കാർക്കുണ്ട് ഈ വായിലൊക്കെ എന്തെങ്കിലും പൊട്ടലോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു വെള്ളപ്പാട് പോലെ വരുന്ന, ചിലപ്പോൾ അത് വിറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം, പ്രോപ്പറായിട്ട് വെജിറ്റബിൾസും വിറ്റമിൻ ബിയോ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്ന കാര്യങ്ങളായിരിക്കും. ആൻസൈറ്റി ഉള്ളവരെ സംബന്ധിച്ച് അത് എക്സ്ട്രീം ആയിട്ട് മൗത്ത് ക്യാൻസർ ആണ്. എനിക്ക് മൗത്ത് ക്യാൻസർ വന്നു, പല സമയം ഡോക്ടർ പറയുകയാണ് ഇതൊരു കുഴപ്പമില്ല, ഇത് വിറ്റമിൻ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ആ ഡോക്ടർ പറയുന്നത് വിശ്വസിക്കില്ല, അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുമ്പോഴത്തേക്ക് അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഇവർക്ക് എപ്പോഴാണ് ഇവരുടെ പേടീനെ ഒന്ന് സ്ഥിരീകരിക്കുന്ന ആ ഒരു ടൈം വരെ പൊക്കോണ്ടേയിരിക്കും. പേടി കാരണം പല സ്ഥലത്ത് പലയിടത്ത് പോയി ഈ കൺഫർമേഷന് വേണ്ടിയിട്ട് പൊക്കോണ്ടേയിരിക്കും. അതൊരു ഹെൽത്ത് ആൻസൈറ്റിയുടെ സിംറ്റമാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം, പല പല റീസൺസ് കാരണമായിരിക്കാം ലോ സെൽഫ് എസ്റ്റീം വരുന്നത്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഇത്രയൊന്നും കഴിവില്ല, എനിക്ക് എന്തായാലും ഇതൊന്നും പറ്റത്തില്ല, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ബുദ്ധിമുട്ടാണ്, എന്ത് റീസൺ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ അടുത്ത് തന്നെയുള്ളൊരു വിശ്വാസമില്ല, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, എസ്റ്റീം ഇല്ലായ്മ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം വരുന്നത്. ഇപ്പം അവർക്ക് നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഇവർക്ക് ഇവരുടെ അടുത്തൊരു വിശ്വാസമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടിട്ട് തന്നെ ഇവരത് ട്രൈ ചെയ്യാനായിട്ട് പോകാനായിട്ടുള്ളൊരു പേടി. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവോ, എന്നെ കൊണ്ടിട്ട് അതിന് പറ്റത്തില്ല. ചിലപ്പം ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള ക്രിറ്റിസിസം കാരണമായിരിക്കാം. പണ്ട് കുഞ്ഞുനാളിൽ ഒത്തിരി പ്രാവശ്യം നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, നീ ഇതൊന്നും കൊള്ളുന്നതല്ല, ഈ ലെവലിലുള്ള വർത്താനം കേട്ടിട്ടായിരിക്കാം. പക്ഷെ അതിപ്പോൾ അവരെ ബാധിക്കുന്നു. ഡെയിലി ലൈഫിൽ അവർക്ക് ചിലപ്പോൾ എക്സാം എഴുതാനായിട്ട് പോകാനായിട്ട് പറ്റാതിരിക്കുന്നതായിരിക്കാം. അസൈൻമെന്റ് വെക്കുമ്പോഴത്തേക്കുള്ളൊരു പേടി, ഞാൻ പൊട്ടും, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിത് ബുദ്ധിമുട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കാം. XY റീസൺസ് ആയിരിക്കും, പക്ഷെ അവരുടെ ഡെയിലി ലൈഫിൽ ഇത് അവരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ OCDക്കുള്ള ട്രീറ്റ്മെൻറ്റും ടോക്കിംഗ് തെറപ്പീസിൽ അവൈലബിൾ ആണ്. അതിലുള്ള ഒരു മിഥ്യാധാരണയാണ് OCD എന്ന് പറയുന്നത് വൃത്തി മാത്രമാണ്, വൃത്തി കൂടുതലുള്ളവരാണ് OCD എന്ന് പറയുന്നത്. അല്ല, ഇത് കമ്പൾസറി ഡിസോർഡർ ആണ്. ഇറങ്ങാൻ നേരത്ത് വാതിൽ പൂട്ടിയിട്ട് ഇറങ്ങി. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു 4 വട്ടം ചെക്ക് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ പറ്റും,
ഉറപ്പാണ് എന്തോ പറ്റും, അല്ലെങ്കിൽ ഒരു 2 ബുക്ക് തിരിഞ്ഞിരിക്കുന്നതാണ്. അത് ആ പ്രോപ്പർ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതൊരു മനസ്സമാധാനം കിട്ടുന്നുള്ളൂ. അതങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് അതൊരു സമാധാനമോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ കിട്ടുന്നുള്ളൂ. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നിടം വരെ ഇവരിത് ചെയ്തുകൊണ്ടേയിരിക്കും. ബിഹേവിയറുകൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതൊക്കെ ടോക്കിംഗ് തെറപ്പീസിൽ അവൈലബിൾ ആണ്. ഒരെണ്ണം എന്ന് പറയുന്നത് PTSD. PTSD എന്ന് പറയുമ്പോഴത്തേക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഒരു ട്രോമ സ്ട്രെസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് വരുന്നൊരു സംഭവം. നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസ്, മേ ബി ഇമോഷണൽ, സെക്ഷൽ ഓർ ഫിസിക്കൽ എന്തെങ്കിലും ഒരു അബ്യൂസ് നേരിട്ടിട്ടുള്ള, ഡൊമസ്റ്റിക് വയലൻസ് ഇരയാകപ്പെട്ട ആൾക്കാർ തുടങ്ങിയ ആൾക്കാരിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ ആക്സിഡൻറ്റ്, നിങ്ങളൊരു കാർ ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു സമയത്ത്, ആ ടൈമിൽ പ്രശ്നം ഇല്ലാണ്ട് അങ്ങ് പോയി. പക്ഷെ പിന്നീട് ആ മൊമെന്റിൽ നമ്മൾ റീലിവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടന്ന പല സിറ്റുവേഷൻസും നമ്മുടെ തലയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇമേജസ് നമ്മുടെ തലയിൽ നിന്ന് മാറുന്നില്ല, നമുക്ക് ഉറക്കം കിട്ടുന്നില്ല. ഡൊമസ്റ്റിക് അബ്യൂസ് നേരിട്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൊമസ്റ്റിക് അബ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ഫോർ എപ്പോഴേലും ഒരു പിക്ചർ കാണുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന പണ്ടത്തെ ട്രോമ എല്ലാം കൂടെ ട്രിഗർ ആവുക, അവിടുന്ന് ഭയങ്കരമായിട്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഡിഫിക്കൽട്ടീസ് നേരിടുക. ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് GPനെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ GPയുടെ അടുത്ത് പോകാം. എന്നിട്ട് GPയുടെ അടുത്ത് നിന്ന് മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ, അല്ലാന്നുണ്ടെങ്കിൽ തെറപ്പി ഓപ്ഷൻസ് ആണെങ്കിൽ ഓപ്ഷൻസ് നേരിട്ട് പോകാം. പക്ഷേ ഇതല്ലാണ്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടൈം കുറച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടോക്കിംഗ് തെറപ്പീസിലോട്ട് പോകാം. ഇനി എങ്ങനെയാണ് ടോക്കിംഗ് തെറപ്പീസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ സർവീസസ് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തെ ടോക്കിംഗ് തെറപ്പീസും ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്കിപ്പോൾ ഷെഫീൽഡിലെ ടോക്കിംഗ് തെറപ്പീസിലാണ് ബന്ധപ്പെടേണ്ടത്, എനിക്ക് അവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് വരേണ്ടത്. കാര്യം ഞാൻ ഷെഫീൽഡിലെ GPയിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടത് ഷെഫീൽഡിൻ്റെ ടോക്കിംഗ് തെറപ്പീസിലായിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ടോക്കിംഗ് തെറപ്പീസ് ഷെഫീൽഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റ് വരും. അതിനകത്തിൽ തന്നെ സെൽഫ് റെഫറൽ ഫോംസ് അവൈലബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെൽഫ് റെഫറൽ ഫോം ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ അവർ കൊടുത്തിട്ടുണ്ടാവും. ആ കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് നമുക്ക് റെഫറൽ അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളിപ്പം ലണ്ടനിൽ ഇരിക്കുന്ന ഒരാളാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർത്ത് ആംപ്ടണിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ടോക്കിംഗ് തെറപ്പിസ്റ്റ് നോർത്ത് ആംപ്ടൺ അല്ലെങ്കിൽ ടോക്കിംഗ് തെറപ്പിസ്റ്റ് ലണ്ടൻ ടൈപ്പ് ചെയ്യുക. അവരുടെ വെബ്സൈറ്റ് വരും, ക്ലിക്ക് ചെയ്യുക, സെൽഫ് റെഫറൽ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അതിനകത്ത് പല ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ടോക്കിംഗ് തെറപ്പീസിൽ തന്നെ എങ്ങനെ അവരെ ബന്ധപ്പെടണം എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ കോൾ വഴി നമുക്ക് സംസാരിക്കാം, ടെലിഫോണിക് അപ്പോയിൻമെൻറ്റ്സ് വഴി സംസാരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് ഫേസ് ടു ഫേസ് അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ SMS വഴി നമുക്ക് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഓപ്ഷനിലായിരിക്കും അവർ നമ്മളെ ബന്ധപ്പെടുന്നത്. ഞാനിപ്പോൾ ടോക്കിംഗ് തെറപ്പീസിൽ കോൺടാക്ട് ചെയ്തു, എനിക്ക് ടെലിഫോണിക് അപ്പോയിൻമെൻറ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ സെഷൻ തൊട്ട് ടെലിഫോണിക് അപ്പോയിൻമെൻറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പം ഞാനിപ്പോൾ ടോക്കിംഗ് തെറപ്പീസിൽ കോൺടാക്ട് ചെയ്ത് എനിക്കിപ്പോൾ ആൻസൈറ്റി ആണ്, ഞാൻ GPയുടെ അടുത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ എനിക്ക് ടോക്കിംഗ് തെറപ്പീസിലൊന്ന് പോയി കോൺടാക്ട് ചെയ്ത് നോക്കാം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഷെഫീൽഡാണ്, എൻ്റെ GP സർജറി ഷെഫീൽഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ടോക്കിംഗ് തെറപ്പീസ് ഷെഫീൽഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, വെബ്സൈറ്റ് വന്നു, എൻ്റെ സെൽഫ് റെഫറൽ ഫോം ഞാൻ കൊടുത്തു, ഫില്ല് ചെയ്തു. സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എനിക്കിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്നല്ല, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ മലയാളത്തിൽ എൻ്റെ ലാംഗ്വേജിൽ സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഇൻ്റർപ്രറ്റർ ഓപ്ഷനകത്തിൽ എനിക്ക് ഇൻ്റർപ്രറ്ററിനെ ആവശ്യമുണ്ട്, ഹിന്ദിയാണ് എൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ല നിങ്ങൾ വിളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നേരത്ത് കുറച്ച് മുന്നേ പറഞ്ഞ നമ്പറിൽ, അതായത് ടോക്കിംഗ് തെറപ്പീസിൻ്റെ നമ്പറിൽ വിളിക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണ്ട ബുദ്ധിമുട്ടാണ്, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റേഴ്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ പറയുന്ന ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ചില ടോക്കിംഗ് തെറപ്പീസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. കറക്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാത് ടോക്കിംഗ് തെറപ്പീസിൽ അതാത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. ചിലയിടത്ത് 2 ആഴ്ച ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് ഒരാഴ്ചക്കുള്ളിൽ വരുമായിരിക്കും, ചിലയിടത്ത് ഒരു 4 ആഴ്ച ആയിരിക്കും വരിക. ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾ 2 വയസ്സിന് താഴെ ആയിട്ടുള്ള മക്കളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും. അതല്ല കുഞ്ഞു കുട്ടികളൊന്നുമില്ല, 2 വയസ്സ് താഴെയുള്ള കുട്ടികളൊന്നുമില്ല, അതുപോലെ തന്നെ നമ്മൾ എക്സ് മിലിറ്ററി ആർമിയോ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ ഉണ്ടാവും. എത്രയാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര ആഴ്ചയ്ക്കുള്ളിലായിട്ട് അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് അസസ്മെന്റ് ആയിരിക്കും. അസസ്മെന്റിന് ബേസിക്കലി നടത്തുന്നത് എത്ര നാളായിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്,
ഇപ്പം ചില ആൻസൈറ്റി കേസസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് കാരണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ എനിക്ക് ജോബ് കിട്ടണം, എനിക്ക് ആ ജോബ് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ ഒരു സ്ട്രെസ്ഫുൾ ജോബിലാണ് നിൽക്കുന്നത്, അത് കാരണം ഉണ്ടായ ആൻസൈറ്റി ആയിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് വെക്കുന്നൊരു ഡ്യൂ ഡേറ്റ് ആയി, അപ്പം അന്നേരം തുടങ്ങിയ ആൻസൈറ്റി ഡിസോർഡർ ആയിരിക്കാം. ഇനി ഇതൊന്നുമല്ല, ചില സമയത്ത് കോളേഴ്സ് വിളിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്കറിയില്ല, റീസൺ എന്താണെന്നുള്ളത് അറിയേയില്ല, അങ്ങനെയും വരാം. നമുക്കിപ്പം എല്ലാത്തിനും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ചില ആൻസൈറ്റിക്ക് റീസൺ ഉണ്ടാവില്ല, ചില ഡിപ്രഷൻ ഒരു റീസൺ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പം ചിലത് നമുക്ക് അറിയാം, ഓക്കെ ഞാൻ ഇങ്ങനെ പോകുന്നത് ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് ഓഫ് ടൈമിലാണ്, അതുകൊണ്ടിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ചില സമയത്ത് നിർബന്ധമില്ല, നമുക്കിത് അറിയണമെന്ന് നിർബന്ധം ഉണ്ടാവണം എന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇത് ഈ പറയുന്ന അസസ്മെന്റിൽ എങ്ങനെയാണ് ഈ ഓൺസെറ്റ് വന്നേക്കുന്നത്, അതായത് അസുഖം എപ്പോൾ തുടങ്ങി, എത്ര നാളായിട്ടുണ്ട്, എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം കൊണ്ടിട്ടാണോ ഉണ്ടായത്, നിങ്ങൾക്ക് അറിയാവുന്ന റീസൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതല്ലെന്നുണ്ടെങ്കിൽ എന്തോരം ഇൻറ്റൻസിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമുള്ളത്. ഇപ്പം ഡിപ്രഷൻ്റെ തന്നെ ഇൻറ്റൻസിറ്റി പലതാണ്. മൈൽഡ് ഡിപ്രഷനുണ്ട്, സിവിയർ ഡിപ്രഷനുണ്ട്. മൈൽഡ് ഡിപ്രഷൻ്റെ സിംറ്റംസിനെക്കാട്ടിലും ഭയങ്കര കൂടുതലായിരിക്കാം സിവിയർ ഡിപ്രഷൻ വരുമ്പോഴത്തേക്ക്. ഇപ്പം ആൻസൈറ്റി തന്നെ, ഇപ്പം ഞാൻ കുറച്ച് മുന്നേ സോഷ്യൽ ആൻസൈറ്റി ഉള്ള, ഭയങ്കര എക്സ്ട്രീം സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരു വീടിന് വെളിയിലേ ഇറങ്ങില്ല. പക്ഷേ സോഷ്യൽ ആൻസൈറ്റിയുടെ സിവിയറിറ്റി കുറവാണ്, ഇന്റൻസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീടിനൊക്കെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. സ്ട്രേഞ്ചേഴ്സുമായിട്ട് മിണ്ടുന്നതിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം വരിക. നമുക്ക് ഫിസിക്കൽ ഹെൽത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പനിയുടെ കേസ് നോക്കാം, നമുക്ക് സാധാ ഒരു ജലദോഷം വരാം, അതല്ല ന്യൂമോണിയ പോലത്തെ ഇൻഫെക്ഷൻ ഉള്ള ഭയങ്കര കൂടുതലായിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ളതും വരാം. ഇപ്പം ഏത് ലെവലാണെന്നൊക്കെ ഉള്ളത് ഇവർ ഈ അസസ്മെന്റിന്റെ സമയത്ത് അസസ് ചെയ്യും. വൺസ് അസസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ അടുത്തത് നോക്കുന്നത് നമുക്ക് എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് ആപ്റ്റ് ആവുന്നത് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ അവർ കൊടുക്കുന്ന സർവീസസുമായിട്ട് നോക്കും. മ്യൂച്വലി എഗ്രി ചെയ്ത്, ഇപ്പം ചിലപ്പോൾ 1-to-1 സെഷൻ ആയിരിക്കും തരുന്നത്. അപ്പം ഓക്കെ, എനിക്കിപ്പോൾ പറയുകയാണ് എനിക്കിപ്പോൾ ആൻസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷനുണ്ട്, എന്നെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അസസ്മെന്റിനകത്തിലൂടെ മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് ഒരു 6 to 8 സെഷൻസ് ആയിരിക്കാം വേണ്ടി വരിക. ഇതൊന്നും നിർബന്ധമില്ല ഇങ്ങനെ തന്നെ പോകണം എന്നുള്ളത്. ഇത് ടോട്ടലി അപ് ടു ആരാണോ നമ്മളെ അസസ് ചെയ്യുന്നത്, ആ അസസ്മെന്റിന്റെ ഔട്ട്കം വെച്ചിട്ടായിരിക്കും എനിക്ക് എന്ത് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടുന്നത് എന്നുള്ളത് വരുന്നത്. ഇനി നമ്മളെ ആരെയും അസസ് ചെയ്യുന്നത്? അസസ് ചെയ്യുന്ന ആൾക്കാർ PWP എന്ന് പറയും, സൈക്കോളജിക്കൽ വെൽബീയിങ് പ്രാക്ടീഷണേഴ്സ്. PWP ആൾക്കാരാണ് നമ്മളെ അസസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ അസസ്മെന്റിന്റെ ബേസിസിൽ ഇപ്പോൾ PTSD പോലത്തെ പ്രശ്നങ്ങളിലാണ് ഞാൻ അവരെ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ചിലപ്പോൾ കാണുന്നത്, അടുത്ത സെഷൻ തൊട്ട് കാണുന്നത് PWP ആൾക്കാരായിരിക്കത്തില്ല, എന്നെ കാണുന്നത് CBT തെറപ്പിസ്റ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും. എൻ്റെ അസസ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും എനിക്ക് എന്താണോ വേണ്ടതെന്നുള്ളത്. അത് നമ്മുടെ അടുത്ത് പറയും ഇന്നതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആ സെഷനുമായിട്ട് മുന്നോട്ട് പോകും. ഇനി എന്താണ് ഇവർ ഈ സെഷനകത്തിൽ തരുന്നത്? ഇപ്പം ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള കുറേ മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസിന് കൊടുക്കുന്ന വൺ ഓഫ് ദ തെറപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി അഥവാ CBT തെറപ്പി. ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു തെറപ്പിയാണ്. പ്രത്യേകിച്ച് ആൻസൈറ്റി, ഡിപ്രഷൻ പോലത്തെ കോമൺ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന വൺ ഓഫ് ദ തെറപ്പിയാണ്. CBT മാത്രമല്ല തെറപ്പി ആയിട്ടുള്ളത്, DBT തെറപ്പിയുണ്ട്, ഇമോഷണൽ ബിഹേവിയറൽ തെറപ്പിയുണ്ട്. അങ്ങനെ പല പല തെറപ്പിയുണ്ട്. ഏത് തെറപ്പിയാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരാണ്. ഇനി ചില സമയത്ത് ഈ തെറപ്പിനെക്കാട്ടിലും ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വേണ്ടത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് സെഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്നെ ഗ്രൂപ്പ് സെഷനിലോട്ടായിരിക്കും വിടുക. അതല്ല, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല, എനിക്ക് അവിടെ തെറപ്പീനെക്കാട്ടിലും കൂടുതൽ സ്ട്രെസ് ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളും കൂടെ സമ്മതിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലോട്ടായിരിക്കും അവർ പോകുന്നത്. ഇനി ഇത് പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് GPനെ ബന്ധപ്പെടാം. GPക്കാർ തന്നെ നിങ്ങളെ ചിലപ്പോൾ ടോക്കിംഗ് തെറപ്പിസ്റ്റിലോട്ട് വിടും. അല്ല, GPക്കാർക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് വേണ്ടത്, അതായത് മെഡിക്കേഷൻ ഓപ്ഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ GP മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതല്ല, ടോക്കിംഗ് തെറപ്പീസ് പോലത്തെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടോക്കിംഗ് തെറപ്പീസിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അതല്ല, നിങ്ങൾക്ക് സെക്കൻഡറി കെയറിലോട്ടാണ് നിങ്ങളെ വിടേണ്ടത്. സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ് ഇവിടുത്തെ മെന്റൽ ഹെൽത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതായത് പ്രൈമറി കെയറും സെക്കൻഡറി കെയറും. പ്രൈമറി കെയർ എന്ന് പറയുന്നതാണ് ഈ GP സെന്ററുകാർ, ടോക്കിംഗ് തെറപ്പീസ് പ്യോർ പ്രൈമറി അല്ല, കുറച്ചും കൂടെ ഹയർ ലെവലാണ്, പക്ഷെ എന്നാലും പ്രൈമറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി അതല്ല, പ്രൈമറി കെയറിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ സെക്കൻഡറി കെയറിലോട്ട് വിടും. അത് GP വഴിയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ബേസിക്കലി ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ആൻസൈറ്റിയോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എന്ത് മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ GPനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടോക്കിംഗ് തെറപ്പീസിനെയും കോൺടാക്ട് ചെയ്യാം. സോ GPക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കോമൺ മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ GPക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ അതാത് ലൊക്കാലിറ്റിയിലുള്ള ടോക്കിംഗ് തെറപ്പീസിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക.
ഈ പറയുന്ന സർവീസ് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ചു നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിളിച്ചു ചോദിക്കാം, എനിക്ക് ഇന്ന രീതിയിലാണ് ബുദ്ധിമുട്ടുന്നത്, എനിക്കൊരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെന്റ് കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെന്റ് തരും. അപ്പോൾ ഇതൊക്കെയാണ് UK മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കിട്ടാനായിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. പലതരത്തിൽ നമ്മളെ മാനസികമായിട്ട് പല സമയത്തായിട്ട് നമുക്ക് ഇഷ്യൂസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് അത് ഈസിലി ആയിട്ട് കോപ്പി ചെയ്ത് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അതായത് അവരെ അത് ബാധിക്കാത്ത രീതിയിൽ, പ്രശ്നമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടാവും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും അവരത് കടന്നു പോകുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സഫർ ചെയ്യാൻ നിൽക്കാണ്ട് ഹെൽപ്പ് സീക്ക് ചെയ്യാം, ചോദിക്കാം, എന്തൊക്കെ ഹെൽപ്പ് സപ്പോർട്ട് അവൈലബിൾ ആണെന്നുള്ളത് ചോദിക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പുതിയ രാജ്യം, പുതിയ ആൾക്കാർ, ഉണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിളോ ഫാമിലി മെമ്പേഴ്സോ, നമുക്ക് ഭയങ്കരമായിട്ട് റിലേ ചെയ്തിരുന്ന ആൾക്കാരൊന്നും തന്നെ റിലേ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ, കണക്ട് ചെയ്തിരിക്കാനായിട്ട് പറ്റാത്തുള്ളൊരു സിറ്റുവേഷൻ ഓൾറെഡി ഡിഫിക്കൽട്ടാണ്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടിയും കൂടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഭേദം. റാദർ ദാൻ നമ്മൾ തന്നെ സഫർ ചെയ്ത് ഞാൻ പോകണോ, എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് ആരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണില്ല. സാധാ ഒരു പനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരസെറ്റമോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ പനി കുറച്ച് കൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാണ് ഓക്കെ പനി കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ജീപ്പിനെ വിളിച്ചിട്ട് ചെന്നിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഷ്വാലിറ്റിയിൽ പോകും. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഡിപ്രഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ആൻസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കാം, പണ്ട് നടന്ന എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവന്റ് ആയിരിക്കാം ചിലപ്പോൾ ട്രിഗർ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചോദിക്കുക. ജീപ്പിൽ സർജറീസ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കുക, ജീപ്പിൽ പോവുക, മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുക, അവിടുന്ന് സപ്പോർട്ട് എടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോക്കിംഗ് തെറപ്പീസിൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ടോക്കിംഗ് തെറപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ നമ്പർ കിട്ടും, അവരെ വിളിച്ചൊന്ന് ചോദിക്കുക എന്ത് ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മുന്നോട്ട് പോവുക. ഇവിടെ UK ഇഷ്ടം പോലെ സപ്പോർട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നും നമുക്കറിയില്ല എന്തൊക്കെ കിട്ടും എന്നുള്ളത്. രണ്ട്, നമ്മളിനി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാരെന്ത് വിചാരിക്കും, ഞാനിനി പോകണോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വേറൊരാൾ അറിയുമോ തുടങ്ങിയ കാര്യങ്ങൾ. ചിലപ്പോൾ നാണക്കേട് കൊണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ടാബു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ലാണ്ട് എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാൾ അറിയാതിരിക്കാൻ ഭയങ്കരമായിട്ട് കവറപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള മലയാളീസ്. കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, നല്ല കാര്യം, അങ്ങനെ വരട്ടെ. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നേരിട്ട് ഹെൽപ്പ് സീക്കുക. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇനി കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്രൈസിസ് സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെ സപ്പോർട്ട് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് നിർത്തുന്നു. ടാറ്റാ, ടേക്ക് കെയർ.